ഒരു വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അത് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിന്, അത് ഇങ്ങനെ അടുപ്പിച്ച് പാവാക്കാൻ വെച്ചിട്ടുണ്ട്. അരിച്ചിട്ടിലാക്കിയിട്ടുണ്ട്. നമുക്ക് ചക്ക മുറിച്ചിട്ടത് ഇതിലെടുത്തിടാം. ഇതാണ് ചക്ക. കുറച്ച് ആക്കുന്നില്ലത് ഉണ്ടല്ലേ, മുറിച്ചെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ വെള്ളപ്പാവിലെ കൊണ്ടിടട്ടെ. അരിയെല്ലാം പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചെല്ലാം വേണ്ടു. ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വരട്ടിയെടുക്കാം നമുക്ക്. നമ്മൾക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ടിടാം. കുറച്ച് കഷ്ണാക്കിയിട്ട് ഇടാം. ചെറുതായി അരിഞ്ഞിട്ടിടാം. കുറച്ച് വേവിട്ടുന്നേ. കുറച്ച് തേങ്ങ ചിരകണം. അരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് പൊടിക്കാനുണ്ട്. അത്ര തേങ്ങ കുറച്ചിട്ടതേ ഇല്ല. ഞാൻ തേങ്ങ വേണ്ടുന്നത് ഇടാം. ഇന്നൊന്ന് ആവട്ടെ. അരിയെല്ലാം റെഡിയാക്കിയിട്ട് അരി കുറച്ച് പൊടിച്ചു. ഞാൻ കുറച്ചുകൂടി ഉണ്ട്. പൊടിക്കുന്നതിന് മുമ്പ് അതിൽ കുറച്ച് ഏലക്കായും ജീരകം കൂടെ ഇരിടായില്ല. ഒന്നിച്ചെന്ന് പൊടിക്കാം. അരി ഒന്നിച്ചെന്ന് പൊടിക്കാതെ ഗ്യാസ് ഞാൻ ഓഫാക്കി ചക്ക വീണ്ടും വരട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇനി നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ച് വെക്കാൻ. തേങ്ങ മുറിക്കണത്രേ. മുറിച്ചൊന്നിൽ ഇട്ടാൽ മതിയല്ലോ. അവസാനം ചിരകിച്ച് ഇട്ടതേ ഉള്ളൂ. ഇതിൽ പൊടി കുറച്ചൊരു ഇതിലിട്ട് ആവശ്യത്തിന് ഇടാൻ പൊടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി ഇതിനാവശ്യത്തിൽ ചേർക്കാം. ഒന്ന് യോജിപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ആവശ്യത്തിന് ഉപ്പും ഇടുന്നിട്ടേന്. മധുരം കുറച്ച് കുറവ് തോന്നിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര കട്ടി മതി. വേണ്ടല്ലേ, നമുക്ക് അതിലേക്ക് ഇങ്ങനെ കോരിയങ്ങ് ഇടാം. ഈ പാകേ വേണ്ടു അല്ല, അധികം കുറച്ച് പോയാൽ നല്ലതല്ല. ഇങ്ങനെ മതി. ഈ പാകത്തിൽ മതി. ഇതിൻ്റെ കളറിങ്ങനെ നമ്മളെ കരിക്കേരിയാണ്. കരിക്കേരിയും പച്ചരിയും രണ്ടും കൂടെ ഇട്ടിന്. ആ ചുവപ്പ് കളറുണ്ടല്ലോ, പൊടിൻ്റെ കളറ്. ഒരു ചുവപ്പ് പോലെ ഇല്ലേ. അങ്ങനെ ഞാൻ പോയിട്ട് ബാക്കിയില്ല ഇതാക്കട്ടെ. മുകളിൽ പഴഞ്ചക്ക കൊണ്ട് ചക്കയപ്പാക്കിയിട്ട് കുറച്ചാക്കിയത് ഇപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട്. എന്താ ഞാൻ തിന്നു. മക്കൾക്കിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പഴഞ്ചക്ക കൊണ്ട് ആക്കുക. അപ്പം ചക്കയപ്പാക്കുമ്പോഴേക്കാണ് തിന്നുകയും ചെയ്തു. ഉണ്ടല്ലേ, അന്ന് മോളെ ചക്കയപ്പതാണ്. ഇതുപോലെ തന്നെ ആക്കാൻ നോക്കും. തേങ്ങ കുത്തിന് വേണ്ടിയിട്ട് പൂളി ഇട്ടിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞുകൊണ്ടേ. നമ്മുടെ കൂട്ടുക ചക്ക ആക്കേണ്ട കൂട്ടുക തയ്യാറായി. നമുക്ക് വാഴയിലാക്കുന്നു. വേറൊരു ഇല ഇട. ഇപ്പോൾ മഴയത്ത് നല്ല മഴയാണ്. ശേഷം ഇതാക്കാൻ നമുക്കിപ്പോൾ തീർക്കാനാണ്. ഒന്നും വേണ്ട, ഒരു പണിയുമില്ല. ഇത് കോരി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുത്താണ്. ഇങ്ങനെയൊക്കെ വേണ്ടത്. അത് ഇതുപോലെ പറ്റിയിട്ട് ഇഡലി പാത്രത്തിൽ വെച്ച് നാളേക്ക് രാവിലെയാണ്. കഴിഞ്ഞിട്ടപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാം ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് അടുപ്പത്ത് വെക്കാൻ. തട്ട് വെച്ചിട്ട് ആദ്യമെല്ലാം വെച്ചു. പിന്നെ മറ്റേ ഇഡ്ഡലിയാക്കുന്ന തട്ട് മേലെ വെച്ചു. അതിൻ്റെ മേലെയും വെച്ചു. ഇല്ല എങ്ങനെയാണ് വെച്ചു. വേറെ ഇവിടെ വന്നോട്ട്